നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ വിവിധ സ്കീമുകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അഴിമതികൾ, സ്വജനപക്ഷപാതങ്ങൾ, അതുപോലുള്ള ക്രമക്കേടുകൾ ഒക്കെ നമ്മൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നുണ്ട്. പലതിനും റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്. കുറേ അധികം ആളുകൾ ഭീഷണിയുണ്ട് ഞങ്ങൾക്ക്. അതൊന്നും വിഷയമല്ല. നമുക്ക് സമൂഹത്തിന് വേണ്ടി വർത്തമാനം പറയുമ്പോൾ അതെല്ലാം വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്ര കാലം ജീവിച്ചു കൊള്ളാം എന്നില്ല. ഉറക്കത്തിൽ മരിച്ചു പോയാലും കുഴപ്പമില്ലല്ലോ. അങ്ങനത്തെ ഒരു ജീവിതമാണല്ലോ മനുഷ്യനുള്ളത്. ജനന സമയം മുതൽ കൂടെ നിഴൽ പോലെ കൊണ്ടു നടക്കുന്നതാണ് മരണവും മറ്റു കാര്യങ്ങളും. അതുകൊണ്ട് അതൊന്നും വിഷയമില്ല. എന്തായാലും ഞങ്ങൾ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു. ഇന്ന് കുറച്ചുകൂടി ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തുവിടാനുള്ളത്. ഈ വിവരങ്ങളെന്ന് പറയുന്നത് ഇത് പല ചാനലുകളിലുമൊക്കെ വന്നതാണ്. പക്ഷേ ഓൺലൈൻ ചാനലുകളിലൊന്നും ഇത് സീരിയസ് ആയി വരാത്തത് കൊണ്ടും ഇത് വളരെ വലിയൊരു സാമൂഹ്യ വിഷയമായതുകൊണ്ടാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ സുഭാഷിതം ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആവശ്യമായ സംഭാവന അയച്ചു തരിക, പിന്നെ അതുപോലെ ഞങ്ങൾക്ക് പരസ്യങ്ങൾ നൽകുക, പരമാവധി കമൻറ്റും ഷെയറും ലൈക്കും ഒക്കെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ജനങ്ങളോടൊപ്പം എന്നുമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ പനവൂർ പഞ്ചായത്തിൽ, ഒരു ഗ്രാമപഞ്ചായത്തിൽ നടന്നിട്ടുള്ള തൊഴിലുറപ്പിൻ്റെ അഴിമതിയാണ്, ഒരു ക്രമക്കേടാണ്. അത് സംസ്ഥാനം മുഴുവൻ അത്തരത്തിലൊരു അഴിമതി ഉണ്ട്, ഒരു ക്രമക്കേട് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ വിഷയം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കോപ്പി ഞങ്ങൾ പരിശോധിച്ചിരുന്നു. പനവൂർ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ, ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ വ്യാപകമായ ക്രമക്കേടുണ്ടെന്ന് വളരെ കൃത്യമായി ഓഡിറ്റുകാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിൽ വളരെ ഗുരുതരമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു വിഷയം മാത്രം, മറ്റ് വിഷയങ്ങൾ നമുക്ക് സൗകര്യം പോലെ സമയവും സാഹചര്യവും കിട്ടുകയാണെങ്കിൽ വീഡിയോ ചെയ്യാം. പക്ഷേ ഒരു വിഷയം ഞാൻ നിങ്ങളെ ശ്രദ്ധപ്പെടുത്തുന്നു. അതായത് നമ്മുടെ IGST ആക്ട് പ്രകാരം അല്ലെങ്കിൽ നിയമപ്രകാരം GST കൊടുക്കേണ്ടതുണ്ട് ആളുകൾ. പക്ഷേ GST കൊടുക്കുമ്പോൾ പല സ്ഥാപനങ്ങളും, ഏജൻസികളും, വെൻഡർമാരായിട്ട് വരുന്ന പല സ്ഥാപനങ്ങളും കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ, ഈ വാക്ക് ശ്രദ്ധിക്കണം, കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ അവർ ആനുവലായിട്ട് അവരുടെ എല്ലാ വെൻഡറായി എടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടി ആനുവലായിട്ട് GST കൊടുത്താൽ മതി. ഇത് പനവൂരിന് മാത്രമല്ല ബാധകം. കേരളത്തിലാകെ ഈ അഴിമതി നടന്നു വരുന്നുണ്ട്, ക്രമക്കേട്. ഒന്നുകിൽ വിവരമില്ല, ഇതിനെ സമയത്ത് ഓഫീസർമാർക്ക് വിവരമില്ല, അല്ലെങ്കിൽ ഇതിനെ ആരെങ്കിലും ചൂഷണം ചെയ്യുന്നു. അപ്പോൾ എന്തായാലും ഹരിതം ഏജൻസീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് എവിടെ വെൻഡറായിരുന്നത്, നമ്മുടെ പനവൂർ പഞ്ചായത്തിൽ വെൻഡറായിരുന്നത്. ഇതുപോലെ നൂറുകണക്കിന് ഹരിത ഏജൻസികളുണ്ട്. ഏജൻസികളോട് നമുക്കൊരു എതിർപ്പില്ല. ഏജൻസി അറിഞ്ഞുകൊണ്ടാണ് വാങ്ങിച്ചതെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. അറിയാതെ മേടിച്ചെങ്കിൽ പിന്നെ നമുക്ക് വേറൊന്നുമില്ല, അത് തിരിച്ചു കൊടുക്കണം. അറിഞ്ഞുകൊണ്ടായാലും അറിയാതെയാലും തിരിച്ചു കൊടുക്കണം. അറിയാതെ ആണെങ്കിൽ നമുക്ക് അവരെയും കുറ്റം പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് എല്ലാ ഏജൻസികളും, ഹരിത ഏജൻസികളും, എല്ലാ ഏജൻസികളും ഗുണകരമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും കോമ്പോസിഷൻ ടാക്സബിൾ പെൻഷൻ ആയതിനാൽ നോട്ട് എലിജിബിൾ ടു കളക്ട് ടാക്സ് സപ്ലൈസ് എന്നാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇത് ഓഡിറ്റുകാരുടെ റിപ്പോർട്ടാണ് ഞാൻ വായിക്കുന്നത്. എന്നാൽ ക്രമ നമ്പർ 1 പ്രവർത്തിയിൽ വെണ്ടർക്ക് മെറ്റീരിയൽ സപ്ലൈ ചെയ്ത GST ഇനത്തിൽ 25 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. 25 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. ക്രമ നമ്പർ 2 GST ഇനത്തിൽ 4,02,17 രൂപയും കൂടി നൽകിയിട്ടുണ്ട്. GST രജിസ്ട്രേഷൻ പ്രകാരം നോട്ട് എലിജിബിൾ ടു കളക്ട് ടാക്സ് ഓൺ സപ്ലൈസ് ആയ പ്രസ്തുത വെണ്ടർക്ക് GST ഇനത്തിൽ തുക നൽകിയതിൻ്റെ കാരണം ആരാഞ്ഞുകൊണ്ട് നൽകിയ ഓഡിറ്റ് എൻക്വയറി 4/14/2025 കരാറുകാരൻ്റെ GST രജിസ്ട്രേഷൻ കോമ്പോസിഷൻ ടാക്സബിൾ സ്കീമിലായ കാര്യം ശ്രദ്ധയിൽപ്പെടാത്ത കാരണമാണ് GST ഉൾപ്പെട്ട തുക അനുവദിക്കാൻ ഇടയായതെന്നും കരാറുകാരനിൽ നിന്ന് GST തുക തിരികെയുടെ നടപടികൾ സ്വീകരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതാണെന്നുമുള്ള മറുപടിയാണ് ലഭിച്ചിട്ടുള്ളത്. ഈ മറുപടി കൊണ്ട് കാര്യം നിൽക്കത്തില്ല. കണ്ടുപിടിക്കുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെയ്യാം, കണ്ടുപിടിക്കാത്ത സ്ഥലങ്ങളിൽ അങ്ങനെ പൊക്കോട്ടെ എന്നുള്ളത് പറ്റത്തില്ല. ഓഫീസർമാർ, പ്രത്യേകിച്ച് സെക്രട്ടറിമാരൊക്കെ ഇത് വളരെ ഗൗരവമായി എടുക്കണം. ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് പനവൂർ പഞ്ചായത്തിൻ്റെ ക്രമക്കേട് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതിനപ്പുറം കേരളത്തിലെ സെക്രട്ടറിമാർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ ശ്രദ്ധിക്കാനാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഞാനീ പറഞ്ഞതുപോലെ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ അവർ നോട്ട് എലിജിബിൾ ടു കളക്ട് GST ടാക്സ് എന്നുള്ളതാണ്. അവരുടെ ആനുവൽ ടേൺ ഓവറിൽ നിന്ന് അവർ വേറെ ടാക്സാണ് കൊടുക്കേണ്ടത്. ഇത് വളരെ സീരിയസ് ആയി അന്വേഷിച്ചിട്ട് പറയുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ പനവൂർ പഞ്ചായത്തിൽ പൈസ തിരിച്ചു പിടിക്കും എന്നവർ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് നല്ലൊരു നിർദ്ദേശമാണ്. ഓഡിറ്റ് കുറയ്ക്ക് അവർ മറുപടി കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അടുത്ത വർഷം ഓഡിറ്റുകാർ വരുമ്പോൾ തിരിച്ചു പിടിച്ചോ എന്ന് ചോദിക്കും. അപ്പോൾ തിരിച്ചു പിടിക്കേണ്ടി വരും. ഇത് ഇനി കൊടുത്ത സ്ഥലങ്ങളിൽ തിരിച്ചു പിടിക്കണം, ഇനി പുതിയതായി കൊടുക്കുകയും അരുത്. അതുകൊണ്ട് സംസ്ഥാന തലത്തിൽ നടക്കാൻ പോകുന്ന നടന്നുകൊണ്ടിരിക്കുന്ന, ഇനി നടക്കാൻ സാധ്യതയുള്ള ഒരു ക്രമക്കേടിനെയും അഴിമതിയെയും കുറിച്ചാണ് ഇന്ന് നമ്മൾ വാർത്തകൾ പുറത്തുവിടുന്നത്.
ഈ വാർത്തകൾ കാണുന്ന പൊതുസമൂഹവും തൊഴിലുറപ്പുകാരും ജീവനക്കാരും എല്ലാവരും ഞങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ തരിക. നിങ്ങളേത് വിവരം നൽകിയാലും അത് വളരെ സുരക്ഷിതമായി ഞങ്ങളെ കൈവശമിരിക്കും. ഒരു കാരണവശാലും ഞങ്ങൾ സോഴ്സ് പുറത്ത് പറയുകയില്ല. ഞാൻ 2 വർഷം ജേർണലിസം കൂടി പഠിച്ചിട്ടുള്ള ആളാണ്. ഒരു കാരണവശാലും ജേർണലിസ്റ്റുകൾക്ക് കിട്ടുന്ന സോഴ്സുകൾ പുറത്ത് പറയാൻ കഴിയില്ല. തല്ലിക്കൊന്നാലും ആരോടും പറയാറില്ല. അതുകൊണ്ട് ഞങ്ങളുടെ റിസർച്ച് ടീം ഒഴിച്ച് ഒരാളിൽ നിന്ന് ഇത് പുറത്തു പോകാൻ ഒരു സാധ്യതയുമില്ല. അത് തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വളരെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ടീമിനായിരിക്കും ഇത് കൊടുക്കുന്നത്. പരസ്യരേഖയായിരിക്കും, ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ പക്ഷേ ഞങ്ങളെ കയ്യിൽ കിട്ടിയാൽ ഞങ്ങൾ സൂക്ഷിക്കുന്നത് രഹസ്യമായിട്ടായിരിക്കും. അത് ഫോണിലൂടെയായാലും ഏത് രൂപത്തിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് വിവരങ്ങൾ അയച്ചു തരിക. ഇത്തരം ക്രമക്കേടുകൾ പനവൂരിൽ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ ആവർത്തിക്കാതിരിക്കട്ടെ. സർക്കാരിന് നഷ്ടപ്പെട്ട പബ്ലിക് മണി തിരിച്ചെടുക്കാൻ പെട്ടെന്ന് കഴിയട്ടെ.